ഞണ്ട് കറി ഉണ്ടാക്കിയാലോ? ഞണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് 10 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. വഴറ്റാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഓഫ് ചെയ്തു. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ, കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് അതിലേക്ക് ഞണ്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് വറ്റി വരുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു. അവസാനം കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് വറ്റിച്ചെടുക്കാം. അങ്ങനെ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം.